ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ PYQ തന്നെയാണ്. ഇൻകം ഫ്രം ബിസിനസ്സിലെ ഒരു 10 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അസസ്മെൻറ്റ് ഇയർ 2025-26 എന്നാവും നമ്മുടെ അത് വരുമ്പോൾ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതിൽ തന്നിട്ടുള്ള ഡാറ്റ നോക്കുക. ഇതിൽ ഏതൊക്കെയാണ് അലൗ ചെയ്ത എക്സ്പെൻസ്, അലൗ ചെയ്യാത്ത എക്സ്പെൻസ് നോക്കിയിട്ട് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. സർപ്ലസ് തന്നിട്ടുണ്ട് 11,95,000. അപ്പോൾ ബാഡ് ഡെറ്റ് നമുക്ക് അനുവദനീയമാണ്, പ്രൊവിഷൻ അനുവദിക്കൂല, അപ്പോൾ ഇത് തിരിച്ച് ആഡ് ചെയ്യണം. ലോസ് ഓൺ മോട്ടോർ കാർ അതും പേഴ്സണലാണ്, പറ്റൂല. ഇൻട്രസ്റ്റ് ഓൺ ഓൺ ക്യാപിറ്റൽ അതും പറ്റൂല. ചാരിറ്റി പറ്റൂല. ലോസ് ബൈ തെഫ്റ്റ് ഓക്കെയാണ് കേട്ടോ, പറ്റും. ഡിപ്രീസിയേഷൻ സാധാരണ പറ്റും, പക്ഷേ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 70,000 ഡിപ്രീസിയേഷൻ അനുവദിക്കുള്ളൂ. അപ്പോൾ ഇത് ആഡ് ബാക്ക് ചെയ്യുക, എന്നിട്ട് 70,000 തിരിച്ച് ലെസ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് മാത്രം ആഡ് ബാക്ക് ചെയ്താലും മതി. 21,000 അധികം എടുത്തത്. ജനറൽ എക്സ്പെൻസ് 2,15,000. അതിലൊരു 15,000 കമ്പ്യൂട്ടർ വാങ്ങാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്, തിരിച്ച് ആഡ് ചെയ്യണം 15,000. ഓക്കെ, പിന്നെ അഡ്വർടൈസ്മെൻറ്റ് ഓക്കെയാണ്, പക്ഷേ അതിലൊരു 14,000 ഡോക്യുമെൻ്റ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം, തിരിച്ച് ആഡ് ചെയ്യണം. ഇതൊക്കെ ഓക്കെയാണ്, ഇതൊക്കെ എക്സ്പെൻസ് തന്നെയാണ്. ബാഡ് ഡെറ്റ് റീകവേർഡ് ഇവിടെ എക്സ്പെൻസായി കാണിച്ചിട്ടുണ്ടല്ലേ, അതേപോലെ അന്നും അത് എക്സ്പെൻസായി കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇങ്കാണ്. ഇനി അത് സെപ്പറേറ്റ് ഇനി ഇൻകത്ത് നിന്ന് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. മുൻപ് എക്സ്പെൻസായി കാണിച്ചിട്ടില്ലെങ്കിൽ ഇതെന്ത് ചെയ്യായിരുന്നു, ഇപ്പോൾ ഇൻകത്തുനിന്ന് ഒഴിവാക്കായിരുന്നു. കാരണം അന്ന് അതിന് പൈസ കൊടുത്തിട്ടുണ്ട്, എക്സ്പെൻസായി കാണിക്കാത്തതുകൊണ്ട്. ഓക്കെ, സെൻട്രൽ റെസിപ്റ്റൊക്കെ ബിസിനസ് ഇൻകമാണ്, പക്ഷേ സെയിൽ ഓഫ് ലാൻഡ് ക്യാപിറ്റൽ ഗെയിൻ ആണ്, തിരിച്ച് ആഡ് ചെയ്യണം. ഇതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങുക. സർപ്ലസ് എന്ന് ഈ പറയുന്നതൊക്കെ ആഡ് ചെയ്യാം. ഞാൻ ആൻസർ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. സർപ്ലസ് എടുത്തു, സർപ്ലസിലേക്ക് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് എടുത്തു, ലോസ് ഓൺ കാർ എടുത്തു, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എടുത്തു, ചാരിറ്റി എടുത്തു, ഡിപ്രീസിയേഷൻ എടുത്തു, ജനറൽ എക്സ്പെൻസ്. ഇതിന് പകരം ഡിപ്രീസിയേഷൻ 91,000 നമുക്ക് അനുവദനീയമാണ്. അല്ല 70,000 91,000 പറ്റൂല, 70,000 പറ്റുന്നതാണ്. അതിൻ്റെ ഡിഫറൻസ് എടുക്കാൻ പറ്റും. അല്ലാതെ ഡിപ്രീസിയേഷൻ ഇവിടെ ലെസ് ചെയ്താലും മതി, എങ്ങനെ ചെയ്താലും ഓക്കെയാണ്. പിന്നെ കാറിൻ്റെ എക്സ്പെൻസ് 15,000, അഡ്വർടൈസ്മെൻറ്റ് 14,000, ടോട്ടൽ 3,88,000. ഇനി ഇൻകം നോട്ട് അണ്ടർ ദ ഹെഡ്, ഈ ഹെഡിൽ പെടാത്ത ഇൻകാണ് സെയിൽ ഓഫ് ലാൻഡ് 12,50,000. പിന്നെ ഡിപ്രീസിയേഷൻ 70,000. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കാറിൻ്റെ ഡിപ്രീസിയേഷനും കൂടെ ഈ 70,000 ഇൻക്ലൂഡഡ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ കൊടുത്തു. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ഡിപ്രീസിയേഷൻ ഓൺ കാർ ഇൻക്ലൂഡഡ് ഇൻ ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ. ഈ 70,000 ഇൻക്ലൂഡഡ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ എന്താവും, കാറിനും കൂടെ കാറ് അഡ്ജസ്റ്റ്മെൻറ്റിൽ വന്നില്ല എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കാറിൻ്റെ 15,000-ന് 40% ഡിപ്രീസിയേഷൻ, അത് കണ്ട് അതും കൂടെ കൊടുക്കുക. പക്ഷേ അത് ഓൾറെഡി അവർ നോട്ടിൽ തന്നതല്ലേ, കാർ ഇതിൽ പെട്ടിട്ടില്ല, ഇപ്പോൾ അനുവദിക്കപ്പെട്ട ഡിപ്രീസിയേഷൻ 70 ആണ്. അപ്പോൾ കാറിൻ്റെ കൂടെ കൂട്ടി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് എനിക്ക് ലോജിക്കലി കണക്റ്റ് ആയത്. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ തന്ന ഈ എമൗണ്ടിൽ നിന്ന് 11,95,000-ക്ക് 3,88 കൂട്ടുകയും ഈ 13,50,000 കുറക്കും ചെയ്യുമ്പോൾ എന്താണോ കിട്ടുന്നത് അതാണ് പ്രോഫിറ്റ്. ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആൻസർ കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ PGBPയിലെ essay ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജയിച്ചു പോകാൻ പറ്റും. ഓക്കെ, ബ്ലോക്ക് ഓഫ് അസറ്റൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ essay 5 മാർക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ബിസിനസ് വൊക്കേഷൻ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തതായിരുന്നു, പിന്നെ നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ബിസിനസ് വൊക്കേഷൻ്റെ ഒക്കെ ഡെഫിനേഷനുകൾ നോക്കുക, അത് രണ്ടും ഇതിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ.